ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നിട്ട് എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. അപ്പം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അമൃതപ്പൊടി കൊണ്ടുള്ളൊരു ലഡുവാണ്. എന്ന് വെച്ചാൽ ഒരു ഉണ്ടയാണ്. അപ്പോൾ ഇതൊരു അടിപൊളി സ്നാക്സാണ് കേട്ടോ. എല്ലാവർക്കും തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അമൃതപ്പൊടി ഉണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറും 3 ചേരുവകൾ മതി കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് അമൃതപ്പൊടിയാണ്. ഇതിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിനനുസരിച്ച് ഒരു അരമുറി തേങ്ങയുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ചെറു ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്തെടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ചെറിയ ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ഇതിൻ്റെ പൊടി വേഗം പാത്രത്തിനടിയിൽ കരിഞ്ഞ് പറ്റി പിടിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. ഒരു 10-15 മിനിറ്റോളം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയാണ്? അപ്പം എന്താ പറയുക, നമ്മുടെ ചാനൽ 15K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവരുത് കേട്ടോ. ഓക്കെ. അപ്പോൾ ചെറിയ തീയിലിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നന്നായി ചൂടായി വന്നിരിക്കണതെന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് ചിരകി വെച്ച് തേങ്ങ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായി ഒന്ന് ഒരു 5 മിനിറ്റോളം ഒന്നും കൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ തേങ്ങ ഇട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പെട്ടെന്ന് അടിയിൽ ഈ പാത്രത്തിൻ്റെ അടിയിൽ കരിഞ്ഞ് പറ്റി പിടിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ചൂടായി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, തീ ഓഫാക്കിയിട്ട് ഇറക്കി വെക്കുക. അപ്പോൾ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വന്നപ്പോൾ ഞാനത് തീ ഓഫാക്കി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉപ്പ് വെള്ളം ഉണ്ടല്ലോ, ഉപ്പ് കലർത്തി വെച്ച വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ ഒന്നായിട്ട് ഒഴിക്കരുതിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ചട്ടകത്തിൻ്റെ ബാക്ക് ഭാഗം വെച്ച് നന്നായി ഒന്ന് ഇളക്കി ചേർക്കുക. നല്ല ചൂടുണ്ടാവും. അപ്പോൾ കൈ ഇടുമ്പോൾ നമുക്ക് പൊള്ളിപ്പോവും. അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വെച്ച് നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും അതുപോലെ വെള്ളം കുടഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ ഇളക്കിയെടുക്കുക. ഏകദേശം നമ്മൾ പുട്ടിന് ഉതിർത്തൂലേ, അതേക്കെ ലെവലിലായി വരുമ്പോൾ നിർത്തിയിട്ട് ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. ഇത്രയേ ഉള്ളൂ. ഇത്ര സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട് തയ്യാറാക്കി വെക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്യും. ശരീരത്തിന് നല്ലതാണ്. അമൃതപ്പൊടിയല്ലേ, അപ്പോൾ കുട്ടികൾക്കും നല്ലതാണ്, വലിയവർക്കും ഒക്കെ നല്ലതാണ്. വൈകുന്നേരത്തെ ചായക്ക് നല്ലൊരു അടിപൊളി സ്നാക്സാണ്. അമൃതപ്പൊടി കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ ബായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ചെയ്യുക. ഓക്കെ.